ഇന്ന് നമുക്ക് മുഴുവൻ മൊത്തം ഫ്ലിപ്കാർട്ടിൻ്റെ 4 പാക്കറ്റ് വന്നായിരുന്നു. അതിൽ ഒരെണ്ണം അമ്മച്ചി പൊട്ടിച്ചു, അമ്മച്ചിയുടെ നൈറ്റി ആയിരുന്നു. പിന്നെ ഒരെണ്ണം കുറച്ച് ക്രീമുകളൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ 2 എണ്ണം ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ബോക്സ് ഇതാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ട് എടുത്ത് ഞാൻ നോക്കിയില്ല എന്താണെന്ന്. ഇവിടെ ഏതാണ്ടൊക്കെ ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കുന്നേ കഴിഞ്ഞാൽ നമ്മൾ നല്ലത് ഇത് പൊട്ടിച്ച് നോക്കുന്നതല്ലേ. ഇപ്പോൾ പാക്കറ്റ് വന്ന് ഈ പാക്കറ്റ് കാണുമ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എക്സൈറ്റ്മെൻ്റ് ഇല്ല. അത് കാരണം നമ്മളത് ഒരുപാട് നോക്കി ഇത് കണ്ടിട്ടല്ലേ നമ്മൾ എടുക്കുന്നേ, ഓർഡർ ചെയ്യുന്നേ. ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് ഓപ്പണൊക്കെ ചെയ്ത് നോക്കാൻ. ഇന്നിപ്പോൾ ക്ഷീണിച്ച് വലിയ ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു പൊട്ടിച്ച് നോക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറവായിരുന്നു. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് വീണ്ടും വേറൊരു പാക്കറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ചെയ്തതാണ്. ഇത് നോക്കിയിട്ട് എൻ്റെ ഒരു ഇതനുസരിച്ച് ഇത് ബോക്സാണ്. നമുക്ക് ഫുഡൊക്കെ, അതായത് കണ്ടെയ്നർ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കണ്ടെയ്നറാണ്. നോക്കാം. ഇത് ഇവരുടെ പാക്കറ്റൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അതാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. എനിക്ക് കിട്ടിയതെല്ലാം എല്ലാം ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ളത് ഒക്കെയായിരുന്നു. ചിലതിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി ക്വാളിറ്റി കുറവൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ എല്ലാ ഓർഡറുകളും എനിക്ക് ഭയങ്കര നല്ല സാറ്റിസ്ഫൈഡാണ്. കണ്ടോ, ഇത് കണ്ടെയ്നറാണ്. അവർ നല്ലപോലെയാണ് അത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. കണ്ടതുപോലെയല്ല, അതിനകത്ത് കാണുന്നത് പോലെയല്ല. ഇത് അത്ര വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണോ എന്നറിയില്ല. ഇതിനകത്ത് ഈ ഒരു പ്ലാസ്റ്റിക് ഇതാണ് ഒന്ന്. പിന്നെ രണ്ടാമത് അതിനെ കഴിഞ്ഞ് ഒരു ഇച്ചിരി കൂടെ വലുത് കണ്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല. കാരണം ഇത് കണ്ടോ, ഇവിടെയാണെങ്കിൽ ഒരു കാണത്തില്ല, ഇവിടെ എന്തൊക്കെയോ പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതെന്നാണെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും എന്തോ കുറച്ച് പാടുകളും കുത്തുകളും ഒക്കെ ഇവിടെയുണ്ട്, ചളങ്ങിയതുപോലെ. ഈ ക്യാമറയിലായതുകൊണ്ട് നന്നായിട്ട് ഇത് കാണത്തില്ലെന്നാണ് തോന്നുന്നത്. ഇത് ഏതായാലും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് അറിയത്തില്ല. ഇത് എവിടെയൊക്കെ കുത്തുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുറേ പാടുകളുണ്ട് ഇങ്ങനെ തുളഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ഇവിടെ കറ പോലെയുണ്ട് ഇത്, പക്ഷേ ഇത് കാണത്തില്ലെന്നാണ് തോന്നുന്നത്. ഇത് മൂന്നാമത്തെ ഇത് പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ഞെങ്ങുന്നൊന്നുമില്ല. പക്ഷേ ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം ഇതിനകത്തൊക്കെ ഇത് കണ്ടോ, കറ പിടിച്ച പാടുകളൊക്കെ ഉണ്ട്. അതായത് ഈ പഴക്കം ചെന്നിട്ടുള്ള കുറച്ച് പാടുകളൊക്കെ. ഇത് പക്ഷേ നമ്മൾ കൊടുത്ത ആ ക്യാഷിൻ്റെ അത്രയും ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഇല്ല. ഇതും അതേപോലെ തന്നെ ചളങ്ങി. ഇത് കണ്ടോ, ഇതും ഇവിടെയൊക്കെ പാടുകളുണ്ട്. അതായത് പഴക്കം ചെന്ന സ്റ്റീൽ പാത്രങ്ങളിൽ ഉണ്ടാകുന്ന കറയും ഒക്കെ കുത്തുകളും അങ്ങനെയെല്ലാം ഇതിനുണ്ട്. അതാണ് ഒരു പ്രശ്നം. ഇനി അതിൻ്റെയൊക്കെ ഈ എയർ ടൈറ്റ് ഇതിനകത്തൊരു കുഞ്ഞിതുണ്ടായിരുന്നു കേട്ടോ, തീർത്ത് കുഞ്ഞിത്. ഞാൻ അല്ലെങ്കിലും ഓർത്ത് 5 എണ്ണമാണല്ലോ കണ്ടിരുന്നേ, പക്ഷേ ഇപ്പം 4 എണ്ണമോ ഉള്ളല്ലോ എന്ന്. പക്ഷേ ഇത് ഒരു ചെറുതാണ്. ഓക്കെ, ഇതിന് കുഴപ്പമില്ല. അതിൻ്റെ ഇത് എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാവുന്ന. ഇച്ചിരി കറികളോ ഒക്കെ എണ്ണയിലൊക്കെ കൂടുതൽ വന്നാൽ അത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എയർ ടൈറ്റ് ആയിട്ടിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, ഇതൊരു ചെറുത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നമുക്ക് ടിഫിൻ ബോക്സ് ആയിട്ട് കണ്ടോ, ഇവിടെ എല്ലാം ഇത് ചളങ്ങിയാണ് ഇരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ഇത് ഇതിൻ്റേതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കാം. പാക്കിങ്ങും എല്ലാം ഗുഡാണ്. പക്ഷേ അതിനകത്തെ ഐറ്റം കുറച്ച് കാലപ്പഴക്കം കൊണ്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് ഇതിൻ്റെയാണെന്നാണ് തോന്നുന്നത്. അതല്ല, അത് അതിനകത്ത് ഇറങ്ങിപ്പോയി കണ്ടോ. ഇത് ഭയങ്കര ശോകമായിപ്പോയി. ഇതെല്ലാം ഇങ്ങനെ കുത്ത് വീണിരിക്കുകയാണ്. അത് നമ്മൾ ആണി കൊണ്ടോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കുത്തിയ മാതിരി ഇതിന് പാടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അതേപോലെ ഇത് ലൂസാണെന്നോ അത് തോന്നല്. ഇത് അത്ര ടൈറ്റല്ല. ഞാൻ അടച്ചതിൻ്റെ കുഴപ്പമായിരുന്നു. ഇത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതെ ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതാണ്. ഓക്കെ, ഇതും ഓക്കെയാണ്. ഇനി ഈ ഒരു വലിയ പാത്രം അത്ര വലുതൊന്നുമല്ല. ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ ഉള്ളതേ പറ്റത്തുള്ളൂ. എന്നാലും ഓക്കെയാണ്. ഈ 5 ഓക്കെ, ഇത് ഗുഡാണ്. ഇതിൻ്റെ പാക്കറ്റൊക്കെ ഓക്കെയാണ്. അവർ പാക്ക് ചെയ്തുകൊണ്ട് വന്നതെല്ലാം ഓക്കെയാണ്. പിന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ്ഫുള്ളാണ്. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അവർ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. അവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പിന്നെ ഓക്കെ, കുഴപ്പമില്ല.